കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനല്ല, വി ഡി സതീശൻ വെറും ഡമ്മി മാത്രമാണെന്ന്. കാരണം ഈ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു, അതൊരു ഡമ്മി പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന് ഇൻസ്ട്രക്ഷൻ തരുന്നത് മുഴുവനും സോണിയാഗാന്ധിയായിരുന്നു. അതായത് മൻമോഹൻ സിംഗിനെ അവിടെ നിർത്തിക്കൊണ്ട് 10 വർഷത്തോളം രാജ്യം ഭരിച്ചത് സോണിയാഗാന്ധിയായിരുന്നു. അതേ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വി ഡി സതീശനെ മുൻനിർത്തിക്കൊണ്ട് പാണക്കാട് തങ്ങളും അടക്കമുള്ള കൂട്ടരുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് മൊത്തത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം, സാധാരണഗതിയിൽ ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ സർക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നു, ഭരണസിരാ കേന്ദ്രത്തിൽ പോയി മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നു, മറ്റ് വകുപ്പ് മന്ത്രിമാരെ കാണുന്നു. അതാണ് സ്വാഭാവികമായ രീതി. പക്ഷേ അതാത് വകുപ്പ് മന്ത്രിമാരെ കാണുന്നതിന് പകരം പാണക്കാട് ചെന്ന് സയ്യിദ് അലി സാദിഖ് അലി തങ്ങളെ കാണുന്നത് എന്തിനാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം പറഞ്ഞു വരുന്നത്, തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നടത്തി കിട്ടാനായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. കേരളത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലയിൽ പട്ടൂർക്കാവ് MLA ആരോഗ്യമന്ത്രി ആയ കെ മുരളീധരനാണ് ദേവസ്വം ബോർഡ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന് പകരം എന്തിനാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ സിസ്റ്റം, അതായത് UDF സിസ്റ്റം മുഴുവനും ചലിപ്പിക്കുന്നത് പാണക്കാട് നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ്, അല്ലെങ്കിൽ നിർദ്ദേശം പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനാകില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ദേവസ്വം മന്ത്രിയെ ചെന്ന് കാണുന്നതിന് പകരം പാണക്കാട് ചെന്ന് ഈ സാദിഖ് അലി തങ്ങളെ ചെന്ന് കണ്ടിരിക്കുന്നത്. അതിൽ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കളാണ് മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. 31 വർഷമായി തുടരുന്ന മലബാർ ദേവസ്വം ബോർഡ് ബില്ല് നിയമമാക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് നിവേദനത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ ആവശ്യവുമായി കഴിഞ്ഞ 2 തവണത്തെ LDF സർക്കാരുകളെയും സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സമീപിച്ചിരുന്നതായും ജീവനക്കാർ പറയുന്നുണ്ട്. പക്ഷേ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നീക്കവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് പാണക്കാട് വന്ന് തങ്ങളെ കാണുന്നത്. അതുകൊണ്ട് താങ്കൾ അടിയന്തരമായി ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കി തരണമെന്നാണ് ഈ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ പറയുന്നത്. ദേവസ്വം മന്ത്രി കെ മുരളീധരനും മുഖ്യമന്ത്രി വി ഡി സതീശനെയും തങ്ങളുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിനെ തുടർന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നിവേദനം സമർപ്പിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച് UDF മറ്റ് ഘടകകക്ഷി നേതാക്കളെയും കാണുവാൻ പദ്ധതിയിട്ടിരുന്നതായും കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പറയുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നിവേദനം സമർപ്പിച്ച അവസരത്തിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MLA KLA ഖാദർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു. സംഘടനയുടെ നേതാക്കളായ ചെയർമാൻ PV ശ്രീനിവാസൻ, MV ശശി, ശ്രീജിഷ് KP, കേശവൻ നമ്പീശൻ, അതോടൊപ്പം തന്നെ രാമനാട്ടുകര, അതായത് ഗിരിധർ രാമനാട്ടുകര തുടങ്ങിയവർ നിവേദന സമർപ്പണത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ അവരുടെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് അവസരമൊരുക്കാൻ അവർ എന്നോട് അപേക്ഷിച്ചത് പ്രകാരം ഞാനും കൂടെ പോയി എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്.